നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ തന്ത്രിമാരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. കണ്ഠരര് രാജീവരെയും കണ്ഠരര് മോഹനരെയും രണ്ടുപേരെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു കഴിഞ്ഞു. ഇനിയും ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണ് SIT ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങളിലെയും അനുഷ്ഠാനങ്ങളിലെയും അവസാന വാക്ക് താഴമൻ തന്ത്രിമാരാണ്. താഴമൻ തന്ത്രി കുടുംബത്തിലെ പുരുഷ പ്രജകൾക്കാണ് ശബരിമലയിൽ താന്ത്രിക അധികാരം. അത് പരമ്പരയായി കഴിഞ്ഞ 200-ലധികം വർഷങ്ങളായി തുടർന്നു പോരുന്നതാണ്. അതുകൊണ്ട് തന്നെ അനിയന്ത്രിതമായ അധികാരമാണ് ഈ തന്ത്രിമാർ അവിടെ കൈയാളുന്നത്. ഇത് പലവട്ടം വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും ഇടയാക്കിയിട്ടുമുണ്ട്. പലപ്പോഴും തന്ത്രി എന്നത് ദേവൻ്റെ പിതൃസ്ഥാനത്തുള്ളതാണെന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും തന്ത്രിമാരുടെ ആചാരങ്ങളിലെ അനുഷ്ഠാനങ്ങളിലെ ഇടപെടലുകൾ കോടതികൾ പോലും ചോദ്യം ചെയ്യാറില്ല. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പരമാധികാരി തന്ത്രി തന്നെയാണെന്ന് സുപ്രീം കോടതി വിധി തന്നെയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരുതരം അനിയന്ത്രിതമായ രാജാധികാരം പോലുള്ള അധികാരമാണ് തന്ത്രിമാർ അവിടെ കൈയാളുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഓഡിറ്റുകൾക്ക് വിധേയമാകാത്ത, സോഷ്യൽ ഓഡിറ്റുകൾക്കും രാഷ്ട്രീയ ഓഡിറ്റുകൾക്കും ഒന്നും വിധേയമാകാത്ത പ്രവർത്തനമാണ് ഈ തന്ത്രികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ആന്ധ്രാപ്രദേശിൽ നിന്നും കേരളത്തിലെത്തിയ ബ്രാഹ്മണ കുടുംബമാണ് താഴമൻ കുടുംബമെന്നാണ് ചരിത്രം പറയുന്നത്, ഐതിഹ്യം പറയുന്നത്. പിന്നീട് അവർ ശബരിമലയിലെ തന്ത്രിമാരായി. പരശുരാമനാണ് ഇവർക്ക് താന്ത്രിക അധികാരം കൊടുത്തതെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങളിലും തന്ത്രി കുടുംബത്തിൻ്റെ പേര് ഉയർന്നു വരാറുണ്ട്. കണ്ഠരര് മോഹനര് നമുക്കറിയാം, വളരെ വിവാദമായ ഒരു വനിതാ ഗുണ്ടയായ ശോഭ ജോണുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ അറസ്റ്റിലാകുന്ന ഘട്ടം വരെ എത്തി. അദ്ദേഹം അതിൽ ആരോപണ വിധേയനായി. ഇത്തരം കാര്യങ്ങളെല്ലാം പലതവണ ഉയർന്നു കേട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശബരിമലയിലെ മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങളിലും പലപ്പോഴും ഈ തന്ത്രിമാരുടെ പേരുകൾ ഉയർന്നു കേൾക്കാറുണ്ട്. ചുരുക്കത്തിൽ ദേവസ്വം ബോർഡിനാണ് ശബരിമലയിലെ, എന്ന് വെച്ചാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണ് ശബരിമല, മേജർ ക്ഷേത്രമാണ്. അതുകൊണ്ട് അവിടെ നടക്കുന്ന ഭരണപരമായ കാര്യങ്ങളിലെ എല്ലാ പരമാധികാരവും ദേവസ്വം ബോർഡിനാണ്. ബോർഡും അംഗങ്ങളും ഉൾപ്പെടുന്ന ആ ഒരു സമിതിക്കാണ് ഭരണപരമായ കാര്യങ്ങളിലെ പരമാധികാരം. പക്ഷേ അവിടെ ആചാരപരമായ കാര്യങ്ങൾ എന്തും ചെയ്യണമെങ്കിലും തന്ത്രിയുടെ അനുവാദം കൂടിയേ കഴിയും. അങ്ങനെയാണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയതും അത് ചെമ്പാണെന്ന് എഴുതി ചേർത്ത് പുറത്തേക്ക് കടത്താനുള്ള ആസൂത്രണം നടന്നപ്പോൾ അതെല്ലാം തന്ത്രിമാരുടെ അനുമതിയോടെ അനുവാദത്തോടെ നടന്നതും. ചുരുക്കത്തിൽ ദേവസ്വം ബോർഡിനും നിയന്ത്രിക്കാൻ കഴിയാത്ത അപ്പുറത്തേക്ക് ഈ തന്ത്രിമാർ വളർന്നു കഴിഞ്ഞിരുന്നു. അത്രയ്ക്ക് വലിയ അധികാരമാണ് അവർ അവിടെ കൈയാളുന്നത്. കേരളത്തിന് പുറത്ത് പല അയ്യപ്പ ക്ഷേത്രങ്ങളിലും ശബരിമല തന്ത്രിമാരെ വിളിക്കാറുണ്ട്. അവർ അവിടെ താന്ത്രിക വിധി പ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. ഇതെല്ലാം ഈ ശബരിമല എന്ന ക്ഷേത്രത്തിലെ തന്ത്രി എന്നുള്ള പദവി ഉപയോഗിച്ച് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഇവിടെ പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിമാരെ ചോദ്യം ചെയ്തപ്പോൾ അതിനുശേഷം മുൻ ദേവസ്വം ബോർഡ് പത്മകുമാറിൻ്റെ മൊഴി അനുസരിച്ച് തന്ത്രിയുടെ അനുമതിയോടെയാണ് ഇതെല്ലാം അവിടെ നടന്നതെന്ന് അദ്ദേഹം മൊഴി നൽകിയെന്നാണ് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ശബരിമലയിൽ നടക്കുന്ന എല്ലാ ഇടപാടുകൾക്ക് പിന്നിലും ഈ തന്ത്രിമാരോ തന്ത്രി കുടുംബമോ അല്ലെങ്കിൽ തന്ത്രി എന്ന നിലയിൽ അവിടെ സേവനമനുഷ്ഠിക്കുന്ന ആൾക്കോ പങ്കുണ്ടെന്നുള്ള ഒരു ആരോപണം ഉയർന്നു വരികയാണ്. തന്ത്രി കുടുംബത്തിനെതിരെ ഇതിനു മുമ്പ് പല ആരോപണങ്ങളും ഉയർന്നു വന്നെങ്കിലും അതൊന്നും സർക്കാർ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വന്നിട്ടില്ല. കാരണം ഇതെല്ലാം ആചാരപരമായ കാര്യങ്ങളായതുകൊണ്ട് തന്ത്രിമാരുടെ അധികാരത്തെ കൈകടത്തുക അസാധ്യമാണ്, പ്രത്യേകിച്ച് സുപ്രീം കോടതി വിധിയൊക്കെ ഉള്ളപ്പോൾ. ഏതായാലും ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ആരോപണങ്ങളിലും ഈ തന്ത്രിമാർ ഉൾപ്പെടുന്നു എന്നുള്ളത് അത്ര ചെറിയ കാര്യമായി നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. കാരണം പത്മകുമാറിൻ്റെ മൊഴി അനുസരിച്ച് തന്ത്രിയെ ഇതെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയത്, സ്വർണം പൂശാൻ എന്ന മട്ടിൽ പുറത്തേക്ക് കൊണ്ടുപോയത് എന്നൊക്കെ അദ്ദേഹം കൃത്യമായ മൊഴി നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് SIT തന്ത്രിമാരെ ചോദ്യം ചെയ്തത്. എന്നാൽ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം ദേവസ്വം ബോർഡിൻ്റെ എന്നും തങ്ങൾക്ക് യാതൊരു അറിവിനെക്കുറിച്ചില്ല എന്നും അവർ പറയുന്നത് ചെയ്തു എന്നും മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് തന്ത്രിമാർ പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, തന്ത്രിമാരുടെ കൈകൾ അത്ര ശുദ്ധമല്ല. അത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരും.
ദൈവികാധികാരങ്ങളുള്ളവർ എന്ന് പത്മകുമാർ പറഞ്ഞത് തന്ത്രിമാരെ കുറിച്ചാണോ? ദൈവിക അധികാരങ്ങളുള്ളവർ അല്ലെങ്കിൽ ദൈവത്തെ പോലെ കാണുന്നവർ ഇതിലൊരു പക്ഷേ പെട്ട പ്രതികളായി വന്നേക്കാം എന്നൊക്കെ പത്മകുമാർ പറഞ്ഞു എന്നാണ് മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ഉന്നവച്ചത് തന്ത്രിമാരെയാണോ, തന്ത്രി കുടുംബത്തെയാണോ? ഇതെല്ലാം ഇനി അന്വേഷണത്തിൽ പുറത്തു വരേണ്ടതാണ്. ഏതായാലും പത്മകുമാറും വാസുവും മുരാരി ബാബുവും അല്ലെങ്കിൽ മറ്റുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് പോകില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതിനു പിന്നിൽ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളിലെ അവസാന വാക്കായ ആ കുടുംബവും അല്ലെങ്കിൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ടവരുണ്ടാകാം. അങ്ങനെ വരുമ്പോൾ ഇവരെ ഇനിയും ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും. തന്ത്രിയെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യമൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ ആരെ വേണമെങ്കിലും കുറ്റം തെളിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാം. ഒരു പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്യക്തി അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന കാലയളവിൽ മാത്രമേ അത്തരം അറസ്റ്റുകളിൽ നിന്നും കോടതി നടപടികളിൽ നിന്നും അദ്ദേഹത്തിനൊരു ഇമ്മ്യൂണിറ്റി ഉള്ളൂ. അതിന് താഴേക്ക് എല്ലാവർക്കും ഇത്തരത്തിലൊരു ആരോപണവും അല്ലെങ്കിൽ അത്തരത്തിലൊരു അന്വേഷണവും വന്നാൽ അവർ നേരിട്ടേ മതിയാവൂ. നിയമപരമായ നടപടികൾ ഇന്ത്യയിലെ ഏത് പൗരനും നേരിട്ടേ മതിയാവൂ. ശബരിമല തന്ത്രിയും ഇന്ത്യൻ പൗരൻ തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തെ ഇതിൽ നിന്നും മാറ്റി നിർത്തി ഒരു പ്രത്യേക ഇമ്മ്യൂണിറ്റി നൽകാനുള്ള ശ്രമം ചില ഭാഗങ്ങളിൽ നിന്ന് നടക്കുന്നുണ്ട്. അത് ഏതായാലും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മുൻപിൽ അത് വിലപ്പോകില്ല എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പലരും പറയുന്നത്. തന്ത്രിക്കെതിരെയുള്ള അന്വേഷണങ്ങൾ തുടങ്ങിയിട്ടേയുള്ളൂ. അതിൻ്റെ തുടക്കമാണ് ഈ ചോദ്യം ചെയ്യൽ. അതുകൊണ്ട് ഇപ്പോഴും ഈ അന്വേഷണ സംഘത്തിൻ്റെ റഡാറിൽ ശബരിമല തന്ത്രിമാർ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവർക്കിതിൽ എത്ര കണ്ട് പങ്കുണ്ട് ഇല്ല എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയുക സാധ്യമല്ല. പക്ഷേ ഏതായാലും അന്വേഷണ സംഘത്തിൻ്റെ റഡാറിൽ ഈ തന്ത്രിമാരുണ്ട്, അവർ ചെയ്ത പ്രവർത്തികളുണ്ട്. അതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണപ്പാളി പുറത്ത് കടത്തിയതുമായി ബന്ധത്തിൽപ്പെട്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്ത്രിമാരുടെ അറിവോടു കൂടിയാണോ നടന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് തന്നെ ഈ അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ദൈവതുല്യരായവരൊന്നും ഇതിൽ രക്ഷപ്പെട്ടു പോകുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട എന്നാണ് പ്രത്യേക അന്വേഷണ സംഘവും ഹൈക്കോടതിയും പറയുന്നത്. ഇപ്പോൾ ജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് സർക്കാരിനേക്കാൾ വിശ്വാസം ഹൈക്കോടതിയിലും ഈ അന്വേഷണ സംഘത്തിലുമാണ്.